അന്നവൻ വെറും അശോകനായിരുന്നു. നിർധനനായ രാജൻ്റെ മകനായിരുന്നു. മഴയത്ത് നനയാതിരിക്കാൻ കുടയില്ലാത്തതുകൊണ്ട് വാഴയില വെട്ടി അതും ചൂടിക്കൊണ്ട് സ്കൂളിൽ പോയിരുന്ന അശോകൻ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായ സ്വാധീനം ചെലുത്തിയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ലുവെച്ച കടുക്കനിട്ട ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുമുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കിത്തീർത്ത ബാലചന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഞാൻ ഉച്ചയ്ക്ക് പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചൂറ്റുപാത്രം നീട്ടിത്തന്ന എൻ്റെ ബാലൻ. അവൻ്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്സിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമ കണ്ടിരുന്നു. കടലമുട്ടായി വാങ്ങി തിന്നു. അവൻ്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോയ തക്കം നോക്കി അവനെനിക്ക് മുടി വെട്ടിത്തരും. എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്നു വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായി പറഞ്ഞത് അവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് അവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദിരാശിയിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കൻ വിറ്റ കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക്. നിറകണ്ണുകളോട് ഞാൻ ചോദിച്ചു, ബാല, ഈ കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വിട്ടു? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട. നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലൊരാൾ നിന്നെ തേടി വരും. നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പം മാത്രം എന്നെ ഓർത്താൽ മതിയെന്ന്.